ക്രിക്കി മലയാളം 2.0യുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ഒരു IPL സീസണിലെ ആദ്യ വിജയത്തിനായിട്ടുള്ള KKRന്റെ കാത്തിരിപ്പ് ഇനിയും തുടരും. കാരണം ഇതുവരെ ഒരൊറ്റ മത്സരം പോലും 6 കളികളിൽ നിന്ന് അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആകെ കിട്ടിയത് മഴ പെയ്ത് ലഭിച്ച ഒരേ ഒരു പോയിന്റ് മാത്രം. ഇനി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയായിരിക്കും എന്നതിൽ തീർച്ചയായിട്ടും വലിയ ആശങ്കകളുണ്ട്. കാരണം ഇനി അവർക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ബാക്കിയുള്ള 8 മത്സരങ്ങളിൽ 8ലും വിജയിച്ചാൽ മാത്രമാണ് 17 പോയിന്റുകളിലേക്ക് എത്താൻ സാധിക്കുക. ഇനിയിപ്പോൾ 7 മത്സരങ്ങളിൽ വിജയിച്ചു എന്ന് കരുതുക. എന്നാൽ പോലും മറ്റുള്ള ടീമുകളുടെ റിസൾട്ടിനെ ആശ്രയിച്ച് മാത്രമേ KKRന് പ്ലേ ഓഫിലേക്ക് കയറാൻ പറ്റുകയുള്ളൂ. സോ നിലവിൽ അവരുടെ പെർഫോമൻസ് ഒക്കെ വെച്ചുകൊണ്ട് 8 മത്സരങ്ങളിൽ നിന്ന് ഇനി 7 വിജയങ്ങളൊക്കെ അവർക്ക് സ്വന്തമാക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടും സാധ്യതകൾ വിരളമാണെന്ന് തന്നെ പറയേണ്ടി വരും. സോ KKR ഇസ് ഓൾമോസ്റ്റ് ഔട്ട് എന്ന് തന്നെ ഇപ്പോൾ നമുക്ക് വിലയിരുത്താം. ഏതായാലും തീർച്ചയായിട്ടും ഗുജറാത്ത് ടൈറ്റൻസ് അവരുടെ വിജയഗാഥ തുടരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടതും. അതെ, ശുഭ്മാൻ ഗിൽ ക്യാപ്റ്റൻ മുന്നിൽ നിന്ന് പട നയിച്ചിരിക്കുന്നു. 50 പന്തിൽ 86 റൺസാണ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന്റെ സംഭാവനയെങ്കിൽ കൊൽക്കത്തയ്ക്ക് വേണ്ടി ബാറ്റിംഗിൽ മിന്നും പ്രകടനം നടത്തിയത് കാമറൂൺ ഗ്രീൻ ആയിരുന്നു. 55 പന്തിൽ 79 റൺസാണ് അദ്ദേഹത്തിന്റെ സംഭാവന. ഒടുവിൽ നിശ്ചിത 20 ഓവറിൽ 180 റൺസിന് KKR ഓൾ ഔട്ട് ആവുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്നാൽ മറുപടി ബാറ്റിംഗിൽ 2 പന്തുകൾ ബാക്കി നിർത്തി 5 വിക്കറ്റിന്റെ ഗംഭീര വിജയം GT സ്വന്തമാക്കുകയും ചെയ്തിരിക്കുന്നു. ഏതെല്ലാം ഗുജറാത്ത് ടൈറ്റൻസിന്റെ തുടർച്ചയായിട്ടുള്ള 3ാമത്തെ വിജയമാണിത്. ഈ ഒരു മത്സരത്തിലെ റിസൾട്ടോടുകൂടെ അതെ IPL പോയിന്റ് ടേബിളിൽ സംഭവിച്ചത് പഞ്ചാബ് കിങ്സ് 5 കളികളിൽ നിന്ന് 4 വിജയവുമായി 9 പോയിന്റുമായി 1ാം സ്ഥാനത്ത് തന്നെ തുടരുന്നു. RCB 5 കളികളിൽ നിന്ന് 4 വിജയവുമായി 8 പോയിന്റുമായി 2ാം സ്ഥാനത്തും. RCBയും പഞ്ചാബും എല്ലാ ടീമും ഞങ്ങൾക്ക് ആനമയിൽ ഒട്ടകം എന്ന രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇത്തവണ അവർ പ്ലേ ഓഫിലേക്ക് എത്തിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. നിലവിലെ അവരുടെ പോയിന്റ് ടേബിളിലെ സ്ഥാനവും അതുപോലെ തന്നെ അവരുടെ പ്രകടനവും ഒക്കെ കണക്കിലെടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ 2 ടീമുകൾക്കും പ്ലേ ഓഫിലേക്ക് എത്തുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യം തന്നെയാണ്. 3ാം സ്ഥാനത്ത് രാജസ്ഥാൻ റോയൽസ് ആണെങ്കിൽ പോയിന്റ് ടേബിളിൽ 4ാമതേക്ക് കയറാൻ ഇപ്പോൾ ഗുജറാത്ത് ടൈറ്റൻസിന് കഴിഞ്ഞിട്ടുമുണ്ട്. അടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാം. ചെറിയൊരു ഗുഡ് ബൈ.